ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. റൗഫ് മോന് ഞാൻ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അവനാണെങ്കിൽ നല്ല ഇഷ്ടമായി. അവൻ പറഞ്ഞു അവിടെ ദുബായിലെ റെസ്റ്റോറൻറ്റിൽ കഴിയുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കേട്ടോ. അതിനാദ്യം 1/2 കിലോ മാക്രോണി നന്നായി വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചിട്ട് ഊറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ടിട്ട് അതിൽ നമ്മുടെ ചിക്കൻ, ഒരു 300 ഗ്രാം ചിക്കനിൽ വെറുതെ കുരുമുളകും ഉപ്പും കൂടിയിട്ട് നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു പാനിൽ 50 ഗ്രാം ബട്ടർ ഇട്ടു. അതിൽ ഒരു 10 വെളുത്തുള്ളി അല്ലി കേട്ടോ. അത് ചെറിയ വെളുത്തുള്ളിയായിരുന്നു. ഒരു 10 അല്ലി നന്നായി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവണതിന് മുമ്പ് അതുവരെ വറുത്തിട്ട് 50 ഗ്രാം ബട്ടറിലാണ് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിലൊരു 4 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിൽ 4 ടീസ്പൂണ് മൈദ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തു. ആ സമയത്ത് നമ്മൾ അടുപ്പത്തെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം അതിൽ ഒരു 2 കപ്പ് പാലൊഴിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും തീ ഓണാക്കണം. പാൽ നല്ല കട്ടിയുള്ള പാലായിരിക്കണം കേട്ടോ. നമ്മൾ പാടയ്ക്കുള്ള പാലുണ്ടാവില്ലേ, അങ്ങനത്തെ പാലായിരിക്കണം. ആ പാലിട്ടിട്ട് നമ്മുടെ മൈദയും അതുപോലെ ആ ബട്ടറും വെളുത്തുള്ളിലേക്ക് നന്നായി ആ പാലിൽ അലിയണത് വരെ നന്നായി ഇളക്കിയിരിക്കണം. എന്നിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 200 ഗ്രാം ചീസ് അതിലിടുക. ചീസ് എന്നിട്ടിട്ട് ആ ചീസ് നമ്മുടെ പാലിൽ നന്നായി മെൽറ്റ് ആവണം. അത് കഴിഞ്ഞ് നമ്മൾ ഒറിഗാനോ ഒരു 2 ടീസ്പൂൺ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടിയും അതേപോലെ നമ്മുടെ ചില്ലി ഫ്ലെക്സിൽ അതും കൂടിയിട്ട് 2 ടീസ്പൂൺ അതും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും. നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആ ടൈമിൽ തന്നെ ഉണ്ടാവുക. ഒറിഗാനോ നമുക്ക് പാക്കായിട്ടും കിട്ടും. അതേപോലെ നമുക്ക് എത്ര വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ മതി. അത് നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ അല്ല, അത് തന്നെയാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തത് അത് അതിലേക്ക് ഇടുക. ചിക്കൻ നന്നായി മൊരുമൊരാന്നൊന്നും ഫ്രൈ ആവരുത്, നന്നായി വേവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ബട്ടറിൽ തന്നെ അതൊക്കെയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി പാസ്ത അത് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നമുക്ക് അതിന് ശേഷം നമുക്ക് വേണമെന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി പാസ്ത, വൈറ്റ് സോസ് പാസ്ത റെസിപ്പി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് ബൈ.